18-ാം നൂറ്റാണ്ടിൽ ലോക GDPയുടെ 27% ഭാരതത്തിൻ്റെ പങ്ക് 250 വർഷത്തിന് ശേഷം 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വെറും 3% കുറഞ്ഞു. ചരിത്രത്തിൻ്റെ ഇരുണ്ട വഴികളിലൂടെ ഒരു യാത്ര. എങ്ങനെയാണ് വിദേശശക്തി നമ്മെ സമ്പന്നതയിൽ നിന്നും പടുകുഴിയിലേക്ക് തള്ളിയിട്ടത് എന്നു പരിശോധിക്കുകയാണിവിടെ. നമസ്കാരം. ഇത് കേവലം സംഭവങ്ങളുടെയും തീയതികളുടെയും ഒരു പട്ടികയല്ല, മറിച്ച് ആധുനിക ഇന്ത്യയുടെ അടിത്തറയിലേക്കുള്ള ആഴത്തിലുള്ള എത്തിനോട്ടമാണ്. അത് തുടങ്ങുന്നത് ഒരു വിദേശ ശക്തിയിൽ നിന്നല്ല, മറിച്ച് ഒരു ആഗോള സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യയിൽ നിന്നാണ്. പിന്നീട് ആ സമ്പത്തും സ്വത്തും എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്ന് വിവരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. കച്ചവടത്തിനായി വിദേശ കപ്പലുകൾ ഇവിടെ എത്തുന്നതിന് മുൻപ് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു വാണിജ്യ എഞ്ചിനായിരുന്നു. ബ്രിട്ടനൊക്കെ പുരോഗമിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഭാരതം ആഗോള വാണിജ്യത്തിൻ്റെ വിളക്കുമാടമായിരുന്നു. നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ വ്യാപാരികളും കച്ചവടക്കാരും വിശാലമായ കടൽ കരമാർഗങ്ങളിലൂടെ യാത്ര ചെയ്ത് മെസോപ്പൊട്ടോമിയ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യ വരെയുള്ള നാഗരികതകളെ ബന്ധിപ്പിച്ചു. ഭാരതം കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര വ്യാപാരത്തിലും ലോകത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഇതിന് ശക്തമായ തെളിവുകൾ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ലോഥൽ എന്ന പ്രദേശത്ത് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴയ കപ്പൽ നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ പൗരാണികമായ സമുദ്ര എഞ്ചിനീയറിംഗ് മികവ് തെളിയിക്കുന്നതാണ്. ഇത് BC 2400 കാര്യമാണ് എന്നോർക്കണം. ഋഗ്വേദവും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രവും കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചും നാവാധ്യക്ഷൻ എന്ന കപ്പലുകളുടെ മേൽനോട്ടം വഹിക്കുന്ന അധികാരിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ചോള, ചേര, പാണ്ഡ്യ രാജവംശങ്ങൾ മുസിരിസ്, കോർക്കൈ, തമ്രലിപ്തി തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് റോം, അറേബ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തി. ഗ്രീക്ക് ഗ്രന്ഥമായ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഭാരതീയ കപ്പൽ നിർമ്മാതാക്കൾ തേക്ക് മരക്കപ്പലുകളുടെ രൂപകൽപ്പനയ്ക്ക് പ്രസിദ്ധരായിരുന്നു. ബ്രിട്ടനും പോർച്ചുഗലും ഇന്ത്യൻ കപ്പലുകളുടെ ഗുണമേന്മ കാരണം ബോംബെ, സൂററ്റ് തുടങ്ങിയ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്നും കപ്പലുകൾ നിർമ്മിപ്പിച്ചു. ഇതിൽ HMS ട്രിങ്കോമാലി എന്ന ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ഇന്നും നിലനിൽക്കുന്നു. ധാക്ക, വിശാഖപട്ടണം, സൂററ്റ്, കോഴിക്കോട്, കൊല്ലം എന്നിവിടങ്ങളിലെല്ലാം കപ്പൽ നിർമ്മാണശാലകൾ ഉണ്ടായിരുന്ന ദേശമായിരുന്നു ഭാരതം എന്നോർക്കണം. 500 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന പടുകൂറ്റൻ കപ്പലുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നത്. തേക്ക്, ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയവയൊക്കെ ഈ കപ്പലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഭാരതം പട്ട്, ആഭരണങ്ങൾ, ലോഹപാത്രങ്ങൾ, ആയുധങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെ റോം, ഈജിപ്റ്റ്, അറേബ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഭാരതത്തിലേക്ക് സ്വർണവും വെള്ളിയും ഒഴുകി. അതിസമ്പന്നമായിരുന്നു ഭാരതം. കാഞ്ചീപുരം, വാരണാസി, സൂററ്റ്, ബംഗാൾ തുടങ്ങിയ കേന്ദ്രങ്ങൾ പട്ട് നെയ്ത്തിനും പരുത്തി വസ്ത്രങ്ങൾക്കും പ്രസിദ്ധമായിരുന്നു. റോമൻ ചരിത്രകാരൻ പ്ലിനി ദ എൽഡർ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ഇന്ത്യയിലേക്ക് വലിയ തോതിൽ സ്വർണം ഒഴുകിയിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിലും റോമൻ സ്ഥലങ്ങളിലും കണ്ടെത്തിയ ഭാരതീയ വസ്ത്രങ്ങൾ ഈ വ്യാപാരത്തിന് തെളിവാണ്. മുഗൾ കാലത്തും ഭാരതീയ പരുത്തി വസ്ത്രങ്ങൾക്ക് യൂറോപ്പ്, പേർഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വൻ ആവശ്യകതയുണ്ടായിരുന്നു. കേരളത്തിലെ മുസിരിസ് പോലെയുള്ള തുറമുഖങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ റോമൻ സാമ്രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഭാരതം ഉന്നത നിലവാരത്തിലുള്ള ഇരുമ്പ്, ചെമ്പ് വാളുകൾ, മറ്റ് ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രധാന കയറ്റുമതി രാജ്യമായിരുന്നു. നിർമ്മാണ മികവിനും ഗുണനിലവാരത്തിനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ലോകപ്രശസ്തമായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം വുഡ് സ്റ്റീലാണ്. ഇത് പ്രധാനമായും സേലം, മൈസൂർ, ഗോൽക്കൊണ്ട തുടങ്ങിയ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അതിൻ്റെ അത്യുന്നതമായ കടുപ്പവും വളച്ചുകൊള്ളുന്ന ശേഷിയും കാരണം ഇതേ സ്റ്റീൽ ഉപയോഗിച്ചാണ് പ്രസിദ്ധമായ ഡമാസ്കസ് വാളുകൾ മധ്യപൂർവ്വ ദേശത്ത് നിർമ്മിക്കപ്പെട്ടത്. അറബി, ഗ്രീക്ക്, ബ്രിട്ടീഷ് യാത്രികരുടെ രേഖകളും പുരാവസ്തു തെളിവുകളും ഭാരതീയ ഉൽപ്പന്നങ്ങൾ ആഗോള വ്യാപാരത്തിൽ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ഭാരതീയ കരകൗശല വിദഗ്ധർ ചെമ്പ്, പിച്ചളപാത്രങ്ങൾ, ആഭരണങ്ങൾ, മനോഹരമായി നിർമ്മിച്ച വാളുകൾ എന്നിവ പേർഷ്യ, അറേബ്യ, പിന്നീട് ബ്രിട്ടൻ എന്നിവിടങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. 17-18 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ഭാരതീയ സ്റ്റീൽ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ മികച്ചതായിരുന്നു. ആഗോള വാണിജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവനകൾ അസംസ്കൃത വസ്തുക്കളായിരുന്നില്ല, മറിച്ച് ഉയർന്ന മൂല്യമുള്ള നിർമ്മിത ഉൽപ്പന്നങ്ങളായിരുന്നു. ഇന്ത്യൻ പരുത്തി, പട്ട് തുണിത്തരങ്ങൾ തുല്യതയില്ലാത്തവയായിരുന്നു. റോം മുതൽ ചൈന വരെയുള്ള വിപണികളിൽ അവയ്ക്ക് വലിയ ആവശ്യക്കാരുണ്ടായിരുന്നു.
കുരുമുളകും ഏലവും പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അത്രയധികം വിലയുണ്ടായിരുന്നു. അവ ചിലപ്പോൾ കറൻസിയായി പോലും ഉപയോഗിക്കപ്പെട്ടിരുന്നു. കലാകാരന്മാർ ലോകത്തെ അമ്പരപ്പിക്കുന്ന ലോഹരത്ന കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു. ലോകത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 1/4 ഇന്ത്യയുടെ സംഭാവനയായിരുന്നു. ഇന്ത്യ രക്ഷിക്കപ്പെടാൻ കാത്തുകിടന്ന ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നില്ല, മറിച്ച് ലോകം അസൂയയോടെ നോക്കിയിരുന്ന ഒരു സമ്പന്നമായ നാഗരികതയായിരുന്നു. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ ആഗോള GDPയിലെയും വ്യാപാരത്തിലെയും പങ്ക് വളരെ വലുതായിരുന്നു. ചരിത്രകാരൻ ആഗൻസ് മാഡിസൻ്റെ അഭിപ്രായപ്രകാരം AD 1700-കളിൽ ലോക GDPയുടെ 24 മുതൽ 27% വരെ ഇന്ത്യക്കായിരുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ ആ സമയത്ത് മുഴുവൻ യൂറോപ്പിൻ്റെയും വിഹിതം അതിനേക്കാൾ കുറവായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ക്രമബദ്ധമായി തകർത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണങ്ങളിൽ ഒന്നായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ രാജ്യം ലോകത്തിലെ സമ്പന്നമായ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ലോഹങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയുടെ പ്രധാന കയറ്റുമതിക്കാരൻ. പക്ഷേ ഈ സമ്പത്ത് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും നിയന്ത്രണത്തിലാക്കി. കമ്പനി ആദ്യം വ്യാപാരത്തിൻ്റെ പേരിൽ വന്നെങ്കിലും പിന്നീട് സൈനിക ശക്തിയും രാഷ്ട്രീയ നിയന്ത്രണവും നേടി ഇന്ത്യൻ ഭരണകൂടങ്ങളെ കീഴടക്കി നികുതിയും ഉൽപ്പന്ന വിലയും സ്വന്തം ഇഷ്ടാനുസരണം നിശ്ചയിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ വസ്ത്രനിർമ്മാണ വ്യവസായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണെന്നോ? ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം അവർ ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി കയറ്റിക്കൊണ്ടുപോയി അത് ബ്രിട്ടനിൽ വസ്ത്രമാക്കി തിരികെ ഇന്ത്യയിൽ വിറ്റു. ഇതുപോലെ ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾക്ക് ഉയർന്ന കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്തി. അതോടെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് നെയ്ത്തുകാർ തൊഴിൽ രഹിതരായി. ഇതിനു പുറമെ ധാരാളം ഇന്ത്യൻ നെയ്ത്തുശാലകൾ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു. നെയ്ത്തുകാരുടെ വിരൽ മുറിച്ചെടുത്ത സംഭവങ്ങൾ വരെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണ് നനയാതെ വായിക്കാനാവില്ല. 18-ാം നൂറ്റാണ്ടിൽ പാസാക്കിയ കാലിക്കോ ആക്ട് പോലെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ നിന്ന് വസ്ത്രങ്ങളുടെ കയറ്റുമതി വിലക്കുകയും അതേസമയം ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. കാർഷിക മേഖലയിലും ബ്രിട്ടീഷുകാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൃഷി ചെയ്യുന്നതിനായി കർശനമായ നികുതികൾ ഏർപ്പെടുത്തുകയും കർഷകർക്ക് അവരുടെ വിളകൾ വിൽപ്പന നടത്താനുള്ള സ്വാതന്ത്ര്യം നിയന്ത്രിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിപ്പണം ഉപയോഗിച്ച് ഇവിടെ നിന്ന് കാർഷിക വിളകൾ മൊത്തമായി വാങ്ങി കർഷകർക്കും നെയ്ത്തുകാർക്കും താങ്ങാനാവാത്ത നികുതി അടിച്ചേൽപ്പിച്ചു. ബ്രിട്ടീഷുകാർ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന സംവിധാനം വഴി ഭൂവുടമകൾ ബ്രിട്ടീഷുകാർക്ക് നിശ്ചിത തുക നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ ഭൂവുടമകൾ കർഷകരിൽ നിന്ന് ഇതിനേക്കാൾ വലിയ തുക പിരിച്ചെടുത്തു. അതിനാൽ കർഷകർ കടബാധ്യതയിലായി. പലരും ഭൂമി നഷ്ടപ്പെടുത്തി. പിന്നീട് റയോത്താരി എന്ന വ്യവസ്ഥയിൽ നേരിട്ട് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പെൻഷനും കൂടാതെ ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുന്നതിനുള്ള ചെലവിനുമായി ലണ്ടനിലേക്ക് വലിയ ഒരു തുക ഹോം ചാർജസ് എന്ന പേരിൽ നൽകാൻ ഇന്ത്യ നിർബന്ധിതമായി. ഈ സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം കൊടിയ ദാരിദ്ര്യമായിരുന്നു. ഇന്ത്യയിൽ നിക്ഷേപിക്കേണ്ട വിഭവങ്ങൾ ബ്രിട്ടനിലേക്ക് അയക്കപ്പെട്ടു. ക്ഷാമം വന്നപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിച്ചു. അപ്പോഴും ധാന്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സമ്പത്ത്, നികുതി, സ്വർണം ഉൽപ്പന്നങ്ങൾ എന്നിവ ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി. എന്നാൽ ഇന്ത്യക്ക് തിരിച്ചു കിട്ടിയത് ദാരിദ്ര്യവും ക്ഷാമവുമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയെ സമ്പന്നമാക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ബ്രിട്ടനു വേണ്ടി ചൂഷണം ചെയ്യുക എന്നതായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യയുടെ ശക്തമായ ആഭ്യന്തര വ്യവസായം തകർന്നു. സമ്പദ് വ്യവസ്ഥ നശിച്ചു. ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടു. നികുതി നൽകാത്തവരെ ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിൽ അടച്ചു. പട്ടിണി കാരണം അമ്മമാർ കുട്ടികളെ വിറ്റു. ക്ഷാമം ഭാരതത്തെ വല്ലാതെ വലച്ചു. മരണമടഞ്ഞവരുടെ ജഡങ്ങൾ പഴയ കിണറുകളിലിട്ട് മൂടി. ഈ ക്ഷാമകാലത്തെപ്പറ്റി പത്രങ്ങൾ വാർത്ത കൊടുക്കാതിരിക്കാൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി മാറി. ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകി വന്ന ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഇന്ത്യക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യം പോലുമായിരുന്നില്ല. ധനവും വിഭവങ്ങളും ഊറ്റിയെടുക്കാനുള്ള ഒരു കോളനി മാത്രമായിരുന്നു